അപ്പോൾ ഗായ്സ് ഇവിടെ നിന്നാണ് താഴത്തോട്ട് കയറിപ്പോൾ ആ പള്ളി ഞാൻ കണ്ടു. അപ്പോൾ നമസ്കാരം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നേരെ വാഗമണിലോട്ടാണ് കേട്ടോ പോകുന്നത്. വാഗമണിലോട്ട് എങ്ങോട്ടാണ് പോകുന്നതൊക്കെ പോകുന്ന വഴിയിൽ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. പിന്നെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അവിടെ എത്തണം. അപ്പോൾ നമുക്ക് ഇപ്പോഴേ യാത്ര തുടങ്ങാം. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇരുട്ടി പോകും. എന്തായാലും വെട്ടം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. പോകുന്ന വഴിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാൻ സമയം കളയണ്ട. അപ്പോൾ സമയം ഏകദേശം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഇത്തിരി താമസിച്ചിട്ടുണ്ട്. രാവിലെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഗൈസ്. ഇറങ്ങിയപ്പോഴേ ഭയങ്കര വെയിലാണ്. ഇങ്ങോട്ടിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. വാഗമൺ ആ ഭാഗത്തോട്ട് കണക്ക് വെയിലാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളങ്ങ് പോവുകയാണ്. ഇവിടെ എന്തായാലും നല്ല കണക്ക് വെയിലുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ. ഇങ്ങോട്ട് നമുക്ക് നോക്കാം. ഭയങ്കര വെയിലായിരിക്കും ഇല്ല നമുക്ക് നോക്കാം. മഴയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട്. പറ്റത്തില്ല കേട്ടോ. ഇവിടെ എന്തായാലും നല്ല രീതിക്കുള്ള വെയിലാണ്. ഇറങ്ങുമ്പോൾ തന്നെ പൊള്ളുന്നു. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കാറ്റടിക്കാൻ നേരത്ത് വലിയ കുഴപ്പമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നിൽക്കാൻ നേരത്താണ് നല്ല കണക്ക് വെയിലിൻ്റെ ശക്തി അറിയുന്നത്. അങ്ങോട്ട് എന്തായാലും വെയിലിലായിരുന്നെങ്കിൽ പൊളിച്ച് ചെറിയ രീതിയിലുള്ളൊരു മഴക്കോളും ചെറിയ മഴയൊക്കെ ആണെങ്കിൽ പൊളിയായിരിക്കും. നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ചിലപ്പോൾ തണുപ്പായിരിക്കുമോ എന്ന് അറിയാൻ വയ്യ. ഇവിടെ എന്തായാലും നല്ല വെയിലാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വെയിൽ കേട്ടോ. കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളിവിടെ ഒരു പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറ്റിയായിരുന്നു. പക്ഷേ കയറ്റി അങ്ങോട്ട് ചെന്നത് വണ്ടി അവിടെ അങ്ങ് ഓഫായി നിന്നുപോയി. ഓഫായെന്ന് വെച്ചാൽ ബാറ്ററി ഓഫായി പോയില്ല, വണ്ടി അങ്ങ് നിന്നുപോയി. സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് സ്റ്റാർട്ടായതുമില്ല. പിന്നെ കുറച്ച് നേരം ചോക്കൊക്കെ വരിച്ച് സ്റ്റാർട്ടാക്കി വയ്ക്കുമ്പോൾ വണ്ടി എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങോട്ട് എനിക്ക് പണി കിട്ടാതിരിക്കട്ടെ. പണി കിട്ടിയാൽ നമ്മൾ അണഞ്ഞ് വാരും കൈ. ഇതിപ്പം മെയിൻ റോഡല്ല കേട്ടോ, സാധാരണ റോഡാണ്. നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നത് ഏതൊക്കെയോ കാട്ട് വഴി കൂടെ കുറുക്കി കയറി ഓഫ് റോഡ് വഴികളിലൂടെ കയറി വന്നിട്ട് അവസാനം ഈ റോഡിലാണ് വന്ന് ചാടിയത്. ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൽ. പിന്നെ നേരെ
വാഗമൺ എത്താറായിരിക്കുകയാണ്. കണ്ടില്ലേ നമ്മുടെ ഇപ്പുറ സൈഡിലൊക്കെ പാറയൊക്കെ. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, മുമ്പ് 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൊട്ട വെയിലത്തിരുന്ന് ആദ്യമായിട്ടാണ്. ഇതിനൊക്കെ ഈ കൊട്ട വെയിൽ സമയത്ത് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് വന്നപ്പോഴെല്ലാം മഴ സമയത്തായിരുന്നു വന്നിട്ടുള്ളത് 2 തവണ. പക്ഷേ ഇങ്ങനെ കൊട്ട വെയിലത്ത് വരുന്ന ആദ്യമായിട്ടാണ്. ഇത് ഭയങ്കര വെയിലായി പോയി. അവിടെ ആ മലയിൽ കാട്ടുതീയാണെന്ന് തോന്നുന്നു. ആ മലയിൽ നിന്ന് കത്തുന്നുണ്ട്. എന്തായാലും തീയിട്ടായിരിക്കത്തില്ല, കാട്ടുതീ തന്നെയാണ്. ഉണക്ക സമയമല്ലേ, നല്ല ചൂടല്ലേ, അതുകൊണ്ട് കാട്ടുതീ ആകാനാണ് സാധ്യത. അങ്ങോട്ട് കയറി ഭയങ്കര കാറ്റാണ്. ഒരു നാരങ്ങ വെള്ളം കിട്ടുന്നൊരു കട ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കായിരുന്നു. വെള്ളത്തെ പകുതിയായി. ആ വെള്ളം കുടിച്ച് എടുത്തിട്ട് പറ്റുകയാണെങ്കിൽ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ച് കുപ്പിയിൽ നിറച്ച് വയ്ക്കാം. ഇപ്പോൾ കണ്ട വണ്ടിയുടെ സൗണ്ട്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ആ വണ്ടിയുടെ സൗണ്ടിൻ്റെ കുഴപ്പം. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കറക്റ്റ് ആ സൗണ്ട് അറിയാൻ പറ്റും. ഒരുമാതിരി അങ്ങനെ മുകളിലേക്ക് എത്താറായിരിക്കുകയാണ്. റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഇത്? ഓഹോ, ഇതിൽ ഓഫ് റോഡ് കണക്കാണല്ലോ, ഭയങ്കര ഓഫ് റോഡായി. എനിക്കൊന്ന് അന്ന് വന്നപ്പം, ഞാൻ ആദ്യമായിട്ടൊക്കെ ഇവിടെ വന്നപ്പോൾ ഇത്ര ഓഫ് റോഡൊന്നും ഇല്ലായിരുന്നാണ് തോന്നുന്നത്. അന്ന് നമ്മൾ ടിവിയിൽ തന്നെയാണ് വന്നത്, നമ്മുടെ ഈ വണ്ടിയിൽ തന്നെയാണ് വന്നത്. ഇത് ഭയങ്കര ഓഫ് റോഡായല്ലേ ഇപ്പോൾ ഇത്. മഴ സമയത്ത് തന്നെ വരണം കേട്ടോ. അന്നത്തെ ആ ഒരു രസം ഇന്ന് വന്നപ്പോൾ ഇവിടെ ഇല്ല. കാരണം മഴ സമയത്ത് വരാൻ നേരത്ത് മലമുകളിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം ഇങ്ങനെ വെളിച്ചിറങ്ങുന്നത് കാണാൻ സൂപ്പറാണ്. പക്ഷേ ഇന്ന് ആ ഒരു വ്യൂ കിട്ടത്തില്ല. നാരങ്ങളുണ്ടോ? കുപ്പിയിലാക്കി തരാമോ? ഈ കുപ്പി നിറച്ച് തരണം. ഇത് എൻ്റെ കുപ്പി. അവിടെ താഴത്തിൽ ഇപ്പോൾ നമ്മളപ്പോൾ താഴെ നിന്ന് വീഡിയോ എടുക്കാൻ നിന്നില്ല. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാറ്റാണെങ്കിൽ ഭയങ്കര കാറ്റും പൊടിയും കാറ്റും മൊത്തവും കൂടെ കൊണ്ട് ഭയങ്കര പാടാണ് അവിടെ നിൽക്കുന്ന കാര്യം. ഒരു മഴ ടൈമിൽ വരുന്നതിനാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ നേരെ ചൂടും പൊടിയും കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ കുറേ നേരം നിന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവുകയാണ് കേട്ടോ. മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. മാപ്പൊക്കെ ഇട്ടിന് എത്ര കിലോമീറ്ററാണ്? 17 കിലോമീറ്റർ കേട്ടോ. ഇവിടെ നിന്ന് 17 കിലോമീറ്ററാണ് നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഉപ്പുതറ റോട്ടിൽ കയറണം കേട്ടോ. ഉപ്പുതറ കട്ടപ്പന റോട്ടിൽ കയറണം. ഏലപ്പാറ പോകുന്ന റോട്ടിലല്ല, ഉപ്പുതറ കട്ടപ്പനയൊക്കെ പോകുന്ന ഒരു റോഡ് അകത്തോട്ട് ഇടത് സൈഡിലോട്ട് കിടപ്പുണ്ട്. അപ്പം അതുവഴി കയറി വരണം. ഞാനാണെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് കളിച്ച വേറെ ഏതൊക്കെ ഒരു പള്ളിയാണ് കാണിച്ചത്. പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തത് ലൂസിഫർ മൂവി ലൊക്കേഷൻ സെർച്ച് ചെയ്ത് അപ്പോഴാണ് വന്നത്. ഇവിടെയൊക്കെ തീ കത്തി കിടക്കുന്നത് കാട്ടുതീയാണെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ഗായ്സ് ഇവിടെ നിന്നാണ് കേട്ടോ അകത്തോട്ട് കയറിപ്പോൾ ആ പള്ളി ഞാൻ കണ്ടു. അവിടെയൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള റിവ്യൂ. ഇതേ ആ ഉണങ്ങിയിരിക്കുന്ന ഇലകളൊന്നും ഇല്ലാത്ത ആ മരം കണ്ട. അപ്പോൾ ആ മരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പള്ളിയുടെ സൈഡിൽ തന്നെയാണ് ആൾക്കാരെയൊക്കെ അടക്കിയേക്കുന്നതൊക്കെ കാണാം. പിന്നെ ചുറ്റും ഇതണക്ക് എസ്റ്റേറ്റാണ് കേട്ടോ, തേയിലത്തോട്ടമാണ്. ഇവിടെ നല്ല രീതിക്കുള്ള വെയിലാണ്, അതുകൊണ്ട് നല്ല രീതിക്കുള്ള ചൂടുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല രീതിക്കുള്ള വെയിലാണ്. ഇപ്പോൾ വൈകുന്നേരം ആയിട്ട് പോലും നല്ല രീതിക്കുള്ള ചൂടുണ്ട് കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ പണ്ടുള്ള ആൾക്കാരാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. പണ്ട് മരിച്ചുപോയ ആൾക്കാരാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. എല്ലാം പഴയ കല്ലറകളാണ് ഇത് മൊത്തം. പണ്ട് ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. തമിഴ് നാട്ടിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലും, തമിഴ് ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോഴും ഇവിടെ 1951 ഫെബ്രുവരി 15 JM വിൽക്കി എന്ന് പറയുന്നൊരു സായിപ്പാണ് അവർക്ക് വേണ്ടി ഇവിടെ ഈ ഒരു ചർച്ച് ഇവിടെ പണിത് കൊടുത്തത് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ചർച്ചൊക്കെ ഇവിടെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാരൊക്കെ മാറി വേറെ ചർച്ചിലോട്ടൊക്കെ പോയി. പിന്നെ ഇവിടെ ആൾക്കാർ കുറഞ്ഞു. പിന്നെ ഈ പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് പഴയൊരവസ്ഥയിലായി. പിന്നെയാണ് അത് കഴിഞ്ഞ് ഇവിടെ ലൂസിഫർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് പിന്നെ അവർ ഇവിടെ ഷൂട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഉള്ളവർ പറഞ്ഞ് നിനക്ക് പള്ളി ഒന്ന് പുനർനിർമ്മിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവർ സിനിമയെല്ലാം പിടിച്ചു ചേർന്നിട്ട് ആശീർവാദ സിനിമാസാണ് പിന്നെ ഈ പള്ളി ഇതണക്ക് പണിഞ്ഞു കൊടുത്തത്. ഇപ്പം ഈ പള്ളിയുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഇതാണ്. കണക്ക് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആരാധന നടക്കുമെന്നാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്നും എല്ലാ ഞായറാഴ്ചയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇവിടെ ആരാധന ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇത് മഴ സമയത്ത് വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് സൂപ്പറായിട്ട് ഒരു ഫീല് തോന്നത്തുള്ളൂ. ഇപ്പോൾ നല്ല വെയിലാണ്, ഭയങ്കര ചൂടുമാണ്. അപ്പോഴും ഇത്രയൊക്കെ എനിക്കറിയാത്തുള്ളൂ ഇതിനെക്കുറിച്ച്. ഇപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് ഏലപ്പാറയിലോട്ട് പോകുന്ന വഴിയാണ്. ഏലപ്പാറയിലെ പെട്രോൾ പമ്പുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് എടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഏലപ്പാറയിൽ നിന്ന് പെട്രോൾ പമ്പുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കിനി അടുത്ത് കിടക്കുന്നത് ഏലപ്പാറയാണ്. അപ്പോൾ നമുക്കിനി നേരെ അവിടെ പോയി എണ്ണ അടിച്ചിട്ടാണ് നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ. ഇവിടെ നിന്ന് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല, കാരണം അവിടെ നല്ല കണക്ക് വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഏലപ്പാറയിലാണ്. ഏലപ്പാറ താഴെ ഒരു പമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി എണ്ണ അടിച്ച് ഇനിയിപ്പോൾ നേരെ കുട്ടിക്കാനത്തോട്ട് പോവുകയാണ്. കുട്ടിക്കാനം പോയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. കുട്ടിക്കാനത്തുനിന്ന് പിന്നെ പോകാൻ നമുക്ക് മാപ്പും കാര്യങ്ങളൊന്നും വേണ്ട, അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ കയ്യിൽ മാപ്പൊന്നും ഇല്ല കേട്ടോ, മൊബൈൽ ചത്തുപോയി.
2% ഉള്ളൂ ഫോണിൽ. അതുകൊണ്ട് നമ്മൾ ഓഫാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. താഴെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടം. അവിടെ നിന്ന് വെയിൽ കടിക്കുന്നതാണ്. സൂപ്പറാണ് കേട്ടോ. ഈ കൂടെയൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് മഴ സമയത്ത് തന്നെ യാത്ര ചെയ്യണം, എന്നാലേ ഒരു രസമുള്ളൂ. വെള്ളച്ചാട്ടം വരുന്നു. പക്ഷേ വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടേക്ക് ഇറങ്ങി വീഡിയോ എടുത്തിട്ട് വരാമായിരുന്നു. വെള്ളം ഒട്ടുമില്ല. ഇപ്പോൾ നല്ല ഉണക്ക സമയമാണ്ട് വെള്ളമൊന്നുമില്ല. മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ കൂടെ വരാൻ നേരത്ത്